കട്ടപ്പന RMS സ്പൈസസ് മോഷണക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിയമസംരക്ഷണം ആവശ്യപ്പെട്ട് സ്പൈസസ് ട്രേഡേഴ്സ് ഫെഡറേഷൻ. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ അറിഞ്ഞ നാട്ടുകാരും ഫെഡറേഷനും ഒരുപോലെ ഞെട്ടലിലാണെന്നും നീതി നിർവഹണം നടത്തേണ്ട പോലീസിന് നേരെ നടന്ന ആക്രമണത്തിനും ആരോപണത്തിനും എതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും ഫെഡറേഷൻ വ്യക്തമാക്കി. നിയമത്തിന്റെ പഴുത്തിൽ പിടിച്ച് മോഷണക്കേസ് പ്രതിയെ രക്ഷിക്കാനായി നടത്തുന്ന ആരോപണം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് KA ജോസഫ്, ജനറൽ സെക്രട്ടറി ബിപിൻ മാത്യു, ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ പനക്കൽ എന്നിവർ തൊടുപുഴയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന RMS എന്ന സ്ഥാപനത്തിൽ 3-ാം തീയതി മോഷണം നടക്കുകയുണ്ടായി. ഏകദേശം 120 കിലോയോളം ഏലക്ക നഷ്ടപ്പെടുകയുണ്ടായി. ഇതിന് ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന വസ്തുവാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രതി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നിയമ സംരക്ഷണത്തിന്റെ മറവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരുടെ ഈ പ്രതിയുടെ അമ്മ ഹോസ്പിറ്റലിൽ പോയി അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് അഡ്മിറ്റ് ആകുകയും സത്യസന്ധരും സമർത്ഥരുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കുപ്രസിദ്ധ കുറ്റവാളിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രസ് കോൺഫറൻസിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ സത്യസന്ധരും സമർത്ഥരുമായ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയമ സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. ഈ തുടർച്ചയായി ഈ മോഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്തുടനീളവും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരികളുടെ വസ്തുക്കൾക്കും ജീവനും എല്ലാം സംരക്ഷണം നൽകാൻ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ മൈൻഡ്.